ഈ മഹാരാഷ്ട്രയിലെ ഇലക്ഷനിൽ ഭരണമോ ഭരണവിരുദ്ധമോ അല്ല അവിടുത്തെ അടിസ്ഥാന കാര്യം എന്ന് നമുക്കറിയാം. രണ്ട് മഹാത്മാക്കൾ തമ്മിലാണല്ലോ അവിടെ ഏറ്റുമുട്ടിയത്, മഹായുധിയും മഹാവികാസ് അഘാഡിയും. ഈ രണ്ടിന്റെയും എന്താണ് പ്രശ്നം? കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 കൊല്ലമായിട്ട് തന്നെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇലക്ഷൻ നടന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ പണി തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം BJPക്ക് അവിടെ നശിപ്പിക്കേണ്ട ഒരു ശക്തിയുള്ളൂ. കോൺഗ്രസ് അല്ല അവരുടെ ശത്രു. അവിടെ മഹാരാഷ്ട്രയിലെ BJPയുടെ ശത്രു NCPയും അല്ല. മഹാരാഷ്ട്രയിലെ BJPയുടെ ശത്രു ചരിത്രപരമായി തന്നെ ശിവസേനയാണ്. ബൽതാക്കറുടെ കാലം തൊട്ട് തന്നെ BJPയേക്കാൾ വലിയ ശക്തിയായി മഹാരാഷ്ട്രയിൽ വേര് പിടിപ്പിച്ചവരാണ് അവര്. അതിനവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അടിസ്ഥാനപരമായ കാരണങ്ങൾ പലപ്പോഴും നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ ഈ ഹിന്ദുത്വം, ഹിന്ദു വർഗീയത അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളല്ല മഹാരാഷ്ട്രയുടെ പ്രശ്നം. മണ്ണിന്റെ മക്കൾ വാദമായിരുന്നു അവിടെ. നമ്മളിപ്പോ ഇന്ന് ഈ കാണുന്ന പല ലോകരാജ്യങ്ങളിലും കാണുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ. ഇപ്പൊ അമേരിക്കയിൽ കുടിയേറ്റക്കാർ വേണ്ട, അമേരിക്കക്കാർ മതി എന്നൊക്കെ പറയുന്ന ഈ കുടിയേറ്റ വിരുദ്ധ വികാരം ലോകത്തിൽ തന്നെ ആദ്യമായി ഉന്നയിച്ചൊരു പാർട്ടിയാണ് ശിവസേന. ശിവസേനക്കാരത് മണ്ണിന്റെ മക്കൾ വാദം. ശിവസേനക്കാരത് ഉന്നയിച്ചത് ബോംബെ ഒരു കാലത്ത് അവരുടേതായിരുന്നില്ല. മറാത്തികൾക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ല ബോംബെ എന്ന മഹാനഗരത്തിൽ. ഇന്ത്യയിലെ എല്ലാ നാട്ടിൻപുറങ്ങളിൽ നിന്നും പണി തേടി ഒഴുകിച്ചെന്നവരും അധോലോക നായകന്മാരായി വന്നവരും ഓർമ്മയുണ്ടല്ലോ. ഹാജി മസ്താൻ തൊട്ട് ദാവൂദ് ഇബ്രാഹിം വരെ എല്ലാവരുടെയും ഒരു ഡോൺ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കലാ, സംസ്കാരം, സംഗീതം, സിനിമാ നടന്മാര് അതിനുവേണ്ടി വന്നുപെട്ടവര്. അവര് അവിടുത്തെ മുഴുവൻ സ്വത്തും അവിടുത്തെ മുഴുവൻ ആഡംബര ദേശങ്ങളും ഭവനങ്ങളും ഒക്കെ കൈവശപ്പെടുത്തിയ ഒരു കാര്യം. ആ ഒരു വികാരം മൊത്തത്തില് മറാത്തികൾക്ക് മഹാരാഷ്ട്ര ഇല്ല എന്നൊരു വികാരം വന്നു. അവർക്കാണെങ്കിൽ പഴയ മുഗളന്മാരോട് ഏറ്റുമുട്ടി വീരനായകനായ സാക്ഷാൽ ശിവജിയുടെ പാരമ്പര്യം ഉണ്ടല്ലോ, അതാണ് അവരുടെ ഒരു അഭിമാനം. അത് വെച്ചിട്ടാണ് അവർ മണ്ണിന്റെ മക്കൾ, മദ്രാസി ഗോ ബാക്ക്, ഓർമ്മയുണ്ട്? മദ്രാസി എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻസിന്റെ താവളായിരുന്നു ഇത്. ഹാജി മസ്താൻ പോയത് തമിഴ്നാട്ടിൽ നിന്ന്, നമ്മൾ ഓർക്കണം. അപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്നുണ്ടായൊരു വികാരമാണ്, അതാണ് ബൽതാക്കറയുടെ വികാരം, അതാണ് ശിവസേന. ആ പ്രാദേശികവാദമാണ് അടിസ്ഥാന പ്രാദേശികവാദം. BJPക്കാണെങ്കിൽ അത് ഉന്നയിക്കാൻ കഴിയുകയുമില്ല, ദേശീയവാദമാണ്. അപ്പൊ ആ ദേശീയവാദവും പ്രാദേശികവാദവും തമ്മിൽ, മറാത്തിവാദവും ഭാരതീയതയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു അത്. അത് തകർക്കാൻ എളുപ്പമായിരുന്നില്ല ബൽതാക്കറെ ഉള്ളപ്പോ. ബൽതാക്കറുടെ കാലശേഷം ഇനി സമയമായി എന്ന് BJP തിരിച്ചറിയുകയും അത് പൊളിക്കാനുള്ള പണി തുടങ്ങുകയും ചെയ്തു. അതിലാണ് താക്കറെ കുടുംബത്തെ തന്നെ ഭിന്നിപ്പിച്ചത്. ഏട്ടനും അനിയനും ഒക്കെ ആയിട്ട് ഭിന്നിപ്പിച്ചു, മക്കളും അച്ഛനുമായിട്ട് ഭിന്നിപ്പിച്ചു. അങ്ങനെ ഭിന്നിപ്പിച്ച ഒരു പൊളിറ്റിക്സിന്റെ അന്തിമമായ വിജയമാണ് ഇപ്പൊ കണ്ടത്. വരുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.